ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഐസ് പുഡിംഗ് ആണിത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഐസ് രൂപത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പുഡിങ്ങാണ്. ഇത് കണ്ടോ, ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ട്രേയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ കേക്കിൻ്റെ ടിന്നിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. മാർബിൾ ഷേപ്പിലാണിത്. നമ്മൾ മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഈ ബാറ്റർ തന്നെയാണ് ഞാൻ റൗണ്ട് ഷേപ്പിലും ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിൻ്റെ ഒരു 1/2 kg ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ബട്ടറൊന്ന് മൊത്തം ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അലുമിനിയത്തിൻ്റെ ട്രേ ആയതുകൊണ്ടാണ്. ഗ്ലാസിൻ്റെ ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇളകി പോരും. ബട്ടറോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക മൊത്തം. ഇപ്പോൾ മൊത്തം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ബ്രൗൺ കളർ ആയിട്ടുള്ള സൈഡ് ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് മൊത്തം ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. അത് അതുപോലെയാണ് ഇത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുഡിങ്ങിന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ 1 ലിറ്റർ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ബ്രെഡിൻ്റെ മിക്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഷുഗർ കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് ഇത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിന് വേണ്ടി ഞാൻ സ്റ്റൗവിൽ വെക്കുകയാണ്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് വെച്ച് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിനാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് വരും നമുക്ക് ഈ പുഡിങ്. ഇനി അതിലേക്ക് യൂസ് ചെയ്യുന്ന ജെലാറ്റിനാണ്. 1 ടീസ്പൂൺ ജെലാറ്റിന് 1 ഗ്ലാസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുക കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഈ പാലിൻ്റെ കൂട്ടുന്ന തിളച്ച് വരുമ്പോഴാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല ജലാറ്റിൻ ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ച് കൊടുക്കണം. നല്ല തിളച്ച് വരുമ്പോഴാണ് അത് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇത് ഐസ് രൂപത്തിൽ കട്ടയായി വരാതിരിക്കാനാണ് ഈ ജലാറ്റിൻ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുഡിംഗ് രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കുക. ഇനി നമുക്ക് ഒരു ബൗളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് എടുത്ത് വെക്കാം. അതിൽ നിന്ന് പകുതി നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് 2 കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മാർബിൾ കേക്കിൻ്റെ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ചോക്ലേറ്റ് ഇതിൽ മിക്സ് ആവാൻ വരുമെന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചൂടോട് തന്നെ ചോക്ലേറ്റിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അപ്പോഴേ നമുക്കത് ചോക്ലേറ്റ് രൂപത്തിലായി കിട്ടുള്ളൂ. ഈക്വലായിട്ടാണ് രണ്ടും എടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് പുഡിംഗ് മിക്സും മിൽക്കിൻ്റെ പുഡിംഗ് മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്, നല്ലതുപോലെ ചൂടാറിയിട്ടാണ് നമ്മളിത് കേട്ടോ സെറ്റാക്കാൻ വെക്കുന്നത്. നല്ലതുപോലെ ചൂടാകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പ് നമ്മൾ ആദ്യം എടുത്ത് വെച്ചില്ലേ ഗ്രീസ് ചെയ്ത്, അതെടുക്കുക. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യണത്, മിൽക്കിൻ്റെ പുഡിംഗ് മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മാർബിൾ കേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നടുവിൽ മാത്രം ഒഴിച്ച് കൊടുക്കണം, നടുവശത്ത് മാത്രം, സൈഡിൽ കൂടെ ഒന്നും ആക്കി കൊടുക്കരുത്. ഇനി പുഡിങ്ങിൻ്റെ മിൽക്കിൻ്റെത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മൊത്തം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാനിതിൽ സ്ക്വയറിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ആദ്യം പുഡിങ്ങിൻ്റെ മിൽക്ക് പുഡിങ്ങില്ലേ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ മിൽക്ക് പുഡിങ് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ മാർബിൾ ഷേപ്പ് കിട്ടുക. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ പുഡിംഗ് മിക്സ് ഒഴിച്ച് കൊടുക്കാം. അത് നടുവശത്ത് മാത്രം ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ നടുവശത്ത് മാത്രമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മിൽക്കിൻ്റെതും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് മൊത്തം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫീസറിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഫീസറിൽ, അപ്പോഴേ സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൊട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. ഇനി അതൊരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് കൊട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും.
ഇത് കണ്ടോ, ഇതുപോലെ തന്നെ പെട്ടെന്ന് ഇളകി കിട്ടും, പെട്ടെന്ന് സെറ്റാവുകയും ചെയ്യും. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. എന്നാൽ ഐസുമാണ്, മക്കൾക്ക് ഐസാണെന്നും പറഞ്ഞും കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കണ്ടോ, മാർബിൾ കേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതുണ്ടോ, കഴിക്കാനും തന്നെ ഈ ചോക്ലേറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ളതാണ്, സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ ഇളകി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഗ്ലാസിൻ്റെ ബൗളും ട്രേ എടുക്കുന്നതിനുള്ള വ്യത്യാസം എന്താണ്. ഇതിലാകുമ്പോൾ പെട്ടെന്ന് പോന്ന് കിട്ടാൻ പണിയാണ്. മറ്റേതിൽ കണ്ടില്ലേ നല്ല റെഡിക്കന് ഷേപ്പിൽ വന്നു. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഗ്ലാസിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ നോക്കുക, അതിലാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇതുണ്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.